ഹലോ, നമസ്കാരമുണ്ട്. ഞാൻ ശാന്തകുമാരി കുവൈറ്റാണ്. അപ്പോൾ കൊച്ചിയിലിപ്പോൾ ഒരു സംഭവം നടന്നല്ലോ, അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഫ്ലാറ്റിൻ്റെ മുകളിൽ പ്രസവിച്ച് 3 മണിക്കൂർ പോലും ആകാത്ത ഒരു കുഞ്ഞിനെ ചാക്കിൽ കെട്ടി ചോട്ടിലേക്ക് എറിഞ്ഞു കൊന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അതിൽ 3 പേര് അറസ്റ്റിലാണെന്നും പറഞ്ഞു. അതും ഓക്കെ. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ പോലീസ് അവിടെ സംസാരിക്കുന്നത് കേട്ടു മീഡിയനോട്. ബലാത്സംഗം നടന്നിട്ടുണ്ടോ, അതുകൊണ്ടാണോ അങ്ങനെ ചെയ്ത് എന്നുള്ളത് ഞാൻ ചോദിക്കുന്നത് കേട്ടു. അപ്പം ഞാൻ ഒരു സ്ത്രീ എന്നുള്ളൊരു നിലയ്ക്ക് ഞാൻ സംസാരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ഞാൻ 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ അമ്മയാണ്. നമ്മൾ മക്കളെ ചീത്ത പറയും, നല്ലതിന് വേണ്ടി ചിലപ്പോൾ 2 കൊടുത്തു എന്നൊക്കെ വരും, അത് വേറെ വിഷയം. പക്ഷേ കൊല്ലുക എന്ന് പറയുമ്പോൾ അത്രയും അവൾക്ക് ആ കുഞ്ഞിനോടുള്ള വെറുപ്പ് കൊണ്ടാണ് ചെയ്തത് എങ്കിൽ, എൻ്റെ ചോദ്യം, സുഖത്തിന് വേണ്ടി ഒരുത്തൻ്റെ കൂടെ പോയി കിടന്ന കുട്ടിയുണ്ടായാലും, ബലാത്സംഗം ചെയ്തിട്ടാണ് ഒരു കുട്ടി ഉണ്ടായാലും, ഒരു സ്ത്രീ സംബന്ധിച്ച് 1 മാസം പിരീഡായില്ലെങ്കിൽ നമ്മൾ ആണുങ്ങളുടെ കൂടെ ജീവിക്കുന്ന സ്ത്രീകൾക്ക്, ഇല്ലെങ്കിൽ ഇങ്ങനെ പോകുന്ന പെണ്ണുങ്ങൾക്ക്, ഇല്ലെങ്കിൽ ബലാത്സംഗം ചെയ്ത ആൾക്ക് 23 വയസ്സ് പറയുമ്പോൾ ഒരുവിധം ഈ മെൻസസ് തെറ്റിയാൽ അതിലെന്തോ അപാകതയുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആ പെണ്ണിനായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ആ പോലീസുകാരൻ പറയുന്നത് കേട്ടു, അവളുടെ പേര് വെളിപ്പെടുത്തരുത്, ഇങ്ങനെയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഓക്കെ, ഇതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. ബലാത്സംഗം ചെയ്തിട്ടാണെങ്കിലും, സുഖത്തിന് വേണ്ടി പോയി കിടന്ന കുട്ടി ഉണ്ടാക്കിയതാണെങ്കിലും, ഞാൻ പറയുന്നത് ഒരു കാര്യം, ഒരു സ്ത്രീക്ക് 1 മാസം മെൻസസ് ആയില്ലെങ്കിൽ അതിൽ നമ്മുടെ ശരീരപ്രകടനങ്ങൾക്ക് മാറ്റം വരും, നമ്മുടെ ഫുഡുകൾക്ക് മാറ്റം വരും. നമ്മൾക്ക് എല്ലാവർക്കും നോക്കാനുണ്ടായിന്ന് വരില്ല, എങ്കിൽ പോലും നമ്മൾക്ക് മെൻസസ് ആയില്ല എന്ന് പറയുമ്പോൾ പിറ്റത്തെ മാസമെങ്കിലും നമ്മൾ ചെക്കപ്പ് നടത്താറുണ്ട്. അത് ഏത് സ്ത്രീകളാണെങ്കിലും, സുഖത്തിന് വേണ്ടി പോയതാണെങ്കിലും, സ്വന്തം ഭർത്താവിൻ്റെ കൂടെ കിടക്കുന്ന പെണ്ണുങ്ങളായാലും ചെയ്യാറുണ്ട്. ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരുള്ള പെണ്ണുങ്ങളാണെങ്കിൽ പ്രസവിക്കും, അല്ലാത്തവരാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അബോർഷൻ ചെയ്യും. ഇതാണ് ഈ ലോകത്തിൽ നടന്നു വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഈ കുഞ്ഞ് ജനിക്കുന്നവരെ, പ്രസവിച്ച ഒരു കുഞ്ഞ് ആയി അതിന് പ്രസവിക്കുന്നവരെ ഇവൾ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചോദ്യം ആ സാറിനോടാണ്, ആ പറഞ്ഞ സാറിനോടാണ് ചോദിക്കുന്നത്. കാരണം പീഡിപ്പിച്ച് ഗർഭിണിയായതാണെങ്കിൽ അവൾ ഈ ഒരു കുഞ്ഞ് വലുതായി അതിന് ജന്മം കൊടുക്കാൻ കാത്തിരിക്കില്ല. പീഡിപ്പിച്ചതാണെങ്കിൽ അവൾ അവളുടെ അച്ഛനോ അമ്മൻ്റെ അടുത്തോ കുടുംബത്തിലുള്ളവരോ, ഇല്ലെങ്കിൽ മനസ്സ് തുറക്കുന്ന ഫ്രണ്ട്സുകളിൻ്റെ അടുത്തോ ഇത് പറയുമായിരുന്നു. അപ്പോൾ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ഇത് സുഖത്തിന് വേണ്ടി കൂടെ കിടന്നവൻ്റെ കൂടെ ഉണ്ടായ കുഞ്ഞാണ്. അപ്പോൾ അവളത്, ഇവൻ പറഞ്ഞിട്ടുണ്ടാകും, നീ ഇത് അബോർഷൻ ചെയ്യണ്ട, നിന്നെ ഞാൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവണം എന്നാണ് എൻ്റെ ഒരു ഊഹമാണ് ഞാൻ പറയുന്നത്. പ്രസവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ജീവിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഇവൻ സുഖങ്ങളെല്ലാം കഴിഞ്ഞ് ഇവളിൻ്റെ ശരീരത്തിൽ നിന്ന് ഇവളിൻ്റെ സുഖങ്ങളെല്ലാം ഊറ്റിയെടുത്ത് കഴിഞ്ഞപ്പോൾ, ഈ സുഖം കൊടുത്തവൻ ഉപേക്ഷിച്ചപ്പോൾ, ഇവൾ ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ പറ്റാത്ത കാലമായതുകൊണ്ടാണ് അവളത് പ്രസവിച്ചിട്ട് ഇപ്പോൾ ഈ പണി ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഇന്ത്യയിൽ ഇമാതിരി കാര്യങ്ങൾ നടക്കുമ്പോൾ, ഇപ്പോൾ ഇതിൽ ഈ സാറ് സംസാരിക്കുന്നതിൽ ഒരു വളച്ചൊടിക്കൽ ഇതിൽ നടന്നിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, പീഡിപ്പിച്ചിട്ടാണോ എന്ന് അന്വേഷിക്കണം എന്ന്. അങ്ങനെ പറയുമ്പോൾ അവൾക്ക് നിയമത്തിൽ പഴുതുകൾ കിട്ടും, അവൾ രക്ഷപ്പെടും. ഒരു അമ്മയാണെങ്കിൽ ശരി, പീഡിപ്പിച്ചതാണെങ്കിലും ശരി, സുഖത്തിന് വേണ്ടി ഉണ്ടായതാണെങ്കിലും ശരി, ഒരു കുഞ്ഞ് പറയുമ്പോഴും ജീവനൊന്നാണ്, ഒരു വലിയ മനുഷ്യൻ എന്ന് പറയുമ്പോഴും ജീവനൊന്നാണ്. ആ കുഞ്ഞിനെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ കൊടുക്കണം. ഒന്ന്, നമ്മുടെ ഇന്ത്യൻ വ്യവസ്ഥയിൽ
കൊല്ലുന്നവരെ നിയമത്തിൻ്റെ മുന്നിൽ ഓരോ കാരണങ്ങൾ പറഞ്ഞ് പഴുതുകൾ അടച്ച് അവരെ പഴുതുകൾ കൊടുത്ത് രക്ഷപ്പെടുത്തുന്ന ഈ നിയമവ്യവസ്ഥ കൊണ്ടാണ് ഇന്ന് നമ്മുടെ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും ഇത് നടന്നു വരുന്നത്. കാരണം നമ്മുടെ നിയമത്തെ ആർക്കും പേടിയില്ല. എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ചെയ്യാം, കൊല്ലാം, ബലാത്സംഗം ചെയ്യാം, തട്ടിപ്പറിക്കാം, അടിക്കാം, ഇടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള നിയമവ്യവസ്ഥ കൊണ്ടാണ്, അതായത് ജനാധിപത്യമാണെന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് പേടിയില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും തമിഴ്നാട്ടിലും നമ്മൾ കാണുന്ന എല്ലാ നാട്ടുകളിലും നടക്കുന്നത്. നമ്മുടെ നിയമത്തെ പേടിയില്ല. അതിൻ്റെ കൂട്ടത്തിൽ പോലീസുകാർ സപ്പോർട്ട്, ഭരണപക്ഷത്തിലുള്ള ആൾക്കാരാണെങ്കിൽ അവർ സപ്പോർട്ട്. ഇങ്ങനെയുള്ള കാര്യം വരുമ്പോൾ ഒരു കാരണവശാലും ഏത് പാർട്ടീൻ്റെ ആളാണെങ്കിലും ഈ പാർട്ടിക്കാർക്ക് സപ്പോർട്ട് ചെയ്യരുത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അതാണ് നിയമം. അത് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ, പോലീസുകാരത് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വേറെ ഏത് ഉദ്യോഗസ്ഥന്മാരത് തെളിയിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. ഇനി ഒരു സ്ത്രീ ഇതുപോലെ ചെയ്യാതിരിക്കണം. അങ്ങനെ ആയിരിക്കണം അവർക്ക് ശിക്ഷ കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ഒരാളെ വെട്ടിക്കൊല്ലുക, ഒരാളെ തല്ലിക്കൊല്ലുക, അങ്ങനെ ചെയ്യുന്നവർക്കും അതിനനുസരിച്ച് ശിക്ഷ കൊടുക്കണം. അല്ലാതെ ഇങ്ങനെയുള്ളവരെ എല്ലാം ജയിലിൽ കൊണ്ടിട്ടിട്ട് നാട്ടുകാരൻ്റെ നികുതി പണം കൊടുത്ത് അവരിനെ തിന്നാൻ കൊടുത്ത് കുറേ വർഷം കഴിയുമ്പോൾ അവിടെ നിന്ന് ഇറക്കി വിടുന്ന നിയമം നിർത്തലാക്കുക തന്നെ വേണം. എങ്കിലേ ഈ നാട്ടിൽ നമ്മൾക്ക് ഇന്ത്യയിൽ സമാധാനമായിട്ട് ജീവിക്കാൻ ഒരു ചുറ്റുപാടുണ്ടാകുകയുള്ളൂ. എന്ത് സാഹചര്യമോ ആയിക്കോട്ടെ, ഒരു കുഞ്ഞിനെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് എറിഞ്ഞ് കൊന്നു എന്ന് പറയുമ്പോൾ എന്തുമാത്രം ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം ആ പെണ്ണിന്. ഇനി നോക്കിയോ, ഇതിങ്ങനെ വന്ന് അവൾ മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് അവളെ കേസിൽ നിന്ന് ഒഴിവാക്കും. അതാണ് ഇനി ഇത് സംഭവിക്കാൻ പോണത്. കാരണം ഈ പെണ്ണ് ചെയ്ത ഒരു തെറ്റ് ഇവളേതെങ്കിലും പൈസയുള്ളവൻ്റെ മകളായിരിക്കും, ഇല്ലെങ്കിൽ ഏതെങ്കിലും നിയമങ്ങൾ കയ്യിലുള്ളവരുടെ മകളായിരിക്കും. അപ്പോൾ അവൾ മാനസിക രോഗിയാണെന്ന് വരുത്തി തീർത്ത് അവളെ ഈ കേസിൽ നിന്ന് തള്ളിവിടാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മളുടെ നിയമത്തിൽ പേടിയില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിലും ഇമ്മാതിരി തമിഴ്നാട്ടിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നിയമവ്യവസ്ഥ പൊളിച്ചെഴുതണം. ഇതിന് ജനങ്ങൾ പ്രതികരിക്കണം, ജനങ്ങൾ വരണം പറയാൻ നമ്മുടെ നിയമവ്യവസ്ഥയെ. അപ്പോൾ ഇത് എല്ലാവരും ഷെയർ ചെയ്യണം, എനിക്ക് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഇതുപോലെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ ബൈ.